സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു അനാമിക വിഷ്ണു വിവാഹം. കരുണയും സ്നേഹവും ആവോളമുള്ള മലയാളികൾ ഈ ദമ്പതികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവർ കുടുംബമടക്കം സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളായി മാറി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉടനീളം കാണപ്പെടുന്നത് ഉദയ, ഗിരിജ, വിഷ്ണു, അനാമിക എന്ന പേരുകളാണ്. ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഇത്രയും ദിവസം കാണിച്ചതെല്ലാം കള്ളത്തരമായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് പുറത്ത്. ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകളുമായാണ് ഓരോരുത്തർ രംഗത്ത് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇവർ. ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇവർക്ക് പണി കൊടുത്തത്. സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. ഗർഭവും പ്രസവവും എല്ലാം പബ്ലിക് ആക്കിയപ്പോൾ അതെല്ലാം കണ്ട് ആളുകൾക്ക് തോന്നിയ സംശയങ്ങൾ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അവസാനം കാഴ്ചക്കാരിൽ ഒരാൾ തന്നെ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പുറത്തുവന്നത് അനാഥാലയത്തിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കാഴ്ചകളാണ്. അറസ്റ്റ് പേടിച്ച് നടത്തിപ്പുകാരിയായ ഉദയഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ തന്നെയാണ് ഇപ്പോഴും. ആകെ പണി കിട്ടിയത് അനാമികയ്ക്കാണ്. 18 വർഷത്തെ അനാഥത്വത്തിനൊടുവിൽ ഒരു കുടുംബത്തെ ലഭിച്ചു. ഒരു കുഞ്ഞു പിറന്നതോടെ വീണ്ടും ആരുമില്ലാത്ത അവസ്ഥയിലെത്തി. വിവാഹം കഴിഞ്ഞ് അമ്മ വെച്ചു നൽകിയ പുതിയ വീട്ടിലായിരുന്നു അനാമികയും വിഷ്ണുവും താമസം. കുഞ്ഞുമായി ഒറ്റയ്ക്കായ അവസ്ഥയിൽ വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. സിസേറിയൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന അനാമികയ്ക്ക് ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കേസെടുത്തതിനു പിന്നാലെ അനാഥാലയം അവസാനിപ്പിക്കുന്നു എന്ന് ഉദയഗിരിജ ശിശുക്ഷേമ വകുപ്പിന് കത്തയച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന പേരിലാണ് വിഷ്ണുവിനെതിരെയുള്ള കേസ്. എപ്പോൾ വേണമെങ്കിലും വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാം. 7ാം മാസത്തിലാണ് പ്രസവിച്ചത് എന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അമ്മയുടെ 2ാം വിവാഹം ആഘോഷിക്കുന്ന 7ാം മാസത്തിലെ അനാമികയുടെ ചിത്രങ്ങൾ വന്നതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ അന്വേഷണം തുടങ്ങിയത്. പിന്നീട് അനാഥാലയത്തിന്റെ മറവിൽ നടന്ന കൊള്ളരുതായ്മയെപ്പറ്റിയെല്ലാം അവിടെ ജോലി ചെയ്തിരുന്ന വാർഡനും അന്തേവാസികളും പുറത്തുവിട്ടു. അനാഥ പെൺകുട്ടിയെ മകന് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിട്ട് ഫേമസ് ആവാൻ ശ്രമിച്ച ഉദയഗിരിജയുടെ കള്ളത്തരങ്ങളെല്ലാം ഓരോന്നായി പൊളിഞ്ഞു വീഴുകയായിരുന്നു. അനാമികയെ ഭീഷണിപ്പെടുത്തി വിഷ്ണുവിന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടതും ഉദയഗിരിജ തന്നെയാണ് എന്ന് അവിടുത്തെ അന്തേവാസികൾ പിന്നീട് പറഞ്ഞിരുന്നു.